ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. യേശുവിൻ്റെ അവസാനത്തെ ഒരു 9 മണിക്കൂർ നമ്മൾ പെസഹവ്യാഴമെന്ന് വിശേഷിപ്പിക്കുന്ന ആ പാതിരാവ് തൊട്ട് നിലവിളിച്ച് കടന്നുപോയ വെള്ളിയാഴ്ച 3 മണി വരെയുള്ള നേരത്ത് അവനെ കൂടെ നടന്നത്, അവന് വേണ്ടി പറഞ്ഞത്, അവന് വേണ്ടി നിലനിൽക്കാൻ തയ്യാറായതൊക്കെ സ്ത്രീകളാണെന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. പുരുഷന്മാർ ഏകദേശം അവനെ ഉപേക്ഷിച്ച് തന്നെ വേണം കരുതാനായിട്ട്. ശിഷ്യന്മാരിൽ ഒരാൾ സ്വാഭാവികമായിട്ട് വഴിമാറി ഇടറിപ്പോയി, ഒരാൾ തള്ളിപ്പറയുന്നു, ബാക്കിയുള്ളവർ തങ്ങളുടെ ജീവനാണ് തങ്ങൾക്ക് വിലപ്പെട്ടതെന്ന് കരുതി എവിടെയോ മറഞ്ഞിരിക്കുന്നു. സ്ത്രീകൾ മാത്രമായിരുന്നു അവനോടൊപ്പം പോകാനായിട്ട് ധൈര്യപ്പെട്ടത്. വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയത്, നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം കൂടിയായത്. മനുഷ്യൻ്റെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ പലപ്പോഴും അവൻ കടന്നു പോകുന്ന, അവന് പിടുത്തം കിട്ടുന്ന ഒരു തലവര കൂടിയാണിത്. ഒരു 3 തലത്തിൽ വേണമെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഒടുവിലായിട്ട് ഇടപെട്ട ഈ സ്ത്രീകളുടെ ഗണത്തെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒന്ന് ക്ലോഡിയ എന്ന് പറയുന്നൊരു സ്ത്രീ. അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മുമ്പോ പിമ്പോ അവളുടെ നാമം പരാമർശിക്കപ്പെടുന്നില്ല. രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ, ഗവർണറുടെ ഭാര്യ എന്ന നിലയിൽ പാവങ്ങളോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന അവൻ്റെ കേൾവിക്കൂട്ടങ്ങളിൽ ഒരിക്കലും ആ സ്ത്രീ ഉണ്ടാവില്ല. എന്നിട്ടും എന്തോ പന്തികേട് ദേശത്തിനും ഭൂമിക്കും വരുന്നതായിട്ട് അവൾക്ക് തോന്നി. പിലാത്തോസ് വിധിക്കാനായിട്ടായുമ്പോൾ തൊട്ടു മുമ്പിൽ ഒരു കുറിപ്പ് കിടപ്പുണ്ട്. ആരോ വഴി ഭാര്യ കൊടുത്തു വിടുന്നതാണ്. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ വിധിക്കാൻ പോകുന്ന ആ നീതിമാൻ വന്ന് ഇന്നലെ എൻ്റെ ഉറക്കത്തെ ക്ലേശിപ്പിച്ചു, സ്വപ്നത്തിൽ വന്ന് എൻ്റെ നിദ്രയെ കിടത്തി. ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇതിന് വിളിക്കുന്ന വാക്ക് അവൾ ഇൻഡ്യൂഷൻ എന്നാണ്. പൊതുവെ ആ സ്ത്രീയെക്കുറിച്ച് കാലാകാലങ്ങളായിട്ട് പറയുന്ന ഒരു ഫലിതമോ ഒരു നിന്ദാവചനമൊക്കെ ഇങ്ങനെയാണ്. അവർ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ലെന്ന കാര്യം. 1911 മലയാളത്തിൽ ഒരു സ്ത്രീ എഴുതിയ ഒരു കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ കഥയുടെ തലക്കെട്ട് പോലും തലച്ചോറില്ലാത്ത സ്ത്രീ എന്ന പേരില്ല. അതിങ്ങനെ ജൈവശാസ്ത്രപരമായിട്ട് അല്പം പോലും സാധുവില്ലാത്ത ഒരു വാക്കാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവളുടെ മീതെ അങ്ങനെ ഒരു ആരോപണം കിടപ്പുണ്ട്. പക്ഷെ അറിയണം, ഈ പുരുഷന് തുല്യമായ ബുദ്ധി പുലർത്തുന്നതിന് കൂടെ അവൾ പുലർത്തുന്നൊരു ഇൻഡ്യൂഷൻ കൂടിയുണ്ട്. അത്തരം ഒരു ആത്മജ്ഞാനം പുരുഷൻ്റെ മനോഭാവത്തിലോ അവൻ്റെ ആറ്റിറ്റ്യൂഡിലോ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള നിരീക്ഷണം. അവൾക്കൊരു 3-ാം കണ്ണുണ്ട്. ഓരോ കെണികളിലേക്കും ഇങ്ങനെ തുറന്നു വെച്ചൊരു 3-ാം കണ്ണ്. നമ്മുടെ ദേശത്തിൻ്റെ ആ പഴയ കഥ കണക്ക് ഇങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവൾ തൊട്ടു മുമ്പിലിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ചതുരംഗക്കളിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ പുരുഷൻ പെട്ടുപോകാവുന്ന അപകടങ്ങൾക്ക് അവൾ താരാട്ടിൻ്റെ ഇണത്തിൽ കൃത്യമായ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉന്ത് ആളെ ഉന്ത്. അങ്ങനെയാണല്ലോ നമുക്ക് ഒരു കാവ്യശാഖ പോലും രൂപപ്പെട്ടത്. അപ്പോൾ അവളുടെ ഒരു ഇൻഡ്യൂഷനുണ്ട്. നിർഭാഗ്യവശാൽ ആ ഒരു അവളുടെ തോന്നലുകളെ കാലവും സമൂഹവും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അത് പലപ്പോഴും ഇങ്ങനെ ഭൂമിയുടെ നീതിബോധവുമായി ബന്ധപ്പെട്ട, നിസ്സഹായരായ മനുഷ്യരുമായി ബന്ധപ്പെട്ട. പക്ഷെ പുരുഷൻ അവൻ്റെ ആ നിശ്ചിതമായ, അവൻ്റെ കൃത്യമായ ചില ധാർഷ്ട്യങ്ങളിൽ, അവൻ്റെ കൃത്യമായ ചില നിയമങ്ങളിൽ, അവൻ്റെ വിചാരങ്ങളിലോ വീണ്ടും വിചാരങ്ങളിലൊന്നും അവളുടെ തോന്നലുകൾക്ക്, അവളുടെ ഗട്ട് ഫീലിങ്സിന് യാതൊരുവിധ ഇടവും കൊടുക്കുന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. എനിക്കതിനെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു അനുഭവത്തിനകത്ത് വയ്യെന്ന് തോന്നിയൊരു മനുഷ്യൻ, ഒരു വ്യക്തി, ഡോക്ടർ പരിശോധിച്ചിട്ട് കൂടുതൽ ഭേദപ്പെട്ട ചികിത്സയെക്കുറിച്ചൊക്കെ പറയുക. സ്വാഭാവികമായിട്ട് അയാളുടെ മരണം എന്ന് പറയുന്നൊരു വിചാരം പോലും ആരുടെയും മനസ്സിലോ ചിന്തയിലോ ഇല്ല. എന്നാൽ അയാളുടെ കൂടെ വന്ന ആ ചെറിയ പെൺകുട്ടി ഇത്തിരി ഒന്നും മുറിക്കാതെ തങ്ങിയിട്ട് പറഞ്ഞു, ആ നോട്ടത്തിനകത്ത് എന്തോ ഒരു പശവുണ്ട്. കൃത്യമായിട്ട് ഈ വ്യക്തി കടന്നു പോവുകയാണ്. അപ്പോൾ ഈ മുറിക്കകത്ത് മരണം നിൽപ്പുണ്ടെന്ന് ആ ചെറിയ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തോ ഒന്ന്, ഇൻഡ്യൂഷൻ. അതിന് നിർഭാഗ്യവശാൽ ഞാൻ സൂചിപ്പിച്ച കണക്ക് ശ്രദ്ധ കൊടുക്കാതെ പോയി നമ്മുടെ കാലം. ഏതെങ്കിലും തരത്തിൽ ക്ലോഡിയായിക്ക് കാതോർക്കാനായിട്ട് പിലാത്തോസ് തയ്യാറായിരുന്നെങ്കിൽ നമുക്കറിയാം യേശുവിൻ്റെ വിധിക്ക് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റൊരു വെള്ളിയാഴ്ച അവൻ നിലവിളിച്ചുകൊണ്ട് കടന്നു പോകും. പക്ഷേ പീലാത്തോസിൻ്റെ ഗതിക്ക് നിശ്ചയമായിട്ട് മാറ്റമുണ്ടായേനെ. അയാളുടെ ജീവിതം ഒരുപക്ഷെ ആ തച്ചനിലേക്ക് എത്തുന്ന വിധത്തിൽ കുലീനമായിട്ടൊരു 180 ഡിഗ്രി തിരിഞ്ഞേനെ. അപ്പോൾ ഈ 9-ാം മണിക്കൂറിനിടയിൽ ആദ്യം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനായിട്ട് ശ്രമിച്ചത്
ഒരു സ്ത്രീ അവളുടെ ഇൻഡ്യൂഷൻ വഴിയായിട്ട്. ഇന്നും ഓരോ ഇടങ്ങളിലും ചില ചതികളെക്കുറിച്ചും ചില കൃത്യമായ അപായങ്ങളെക്കുറിച്ചും സൂചന തരുന്ന ആളാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ എന്ത് നടന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ധാരണയുള്ള അവർക്കാണ്. കുറേ അധികം പുരുഷൻ്റെ ചങ്ങാതിക്കൂട്ടങ്ങളിൽ നിന്ന് അയാളെ എനിക്കിഷ്ടമല്ല എന്നൊരു സ്ത്രീ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെ ഒരു മൂന്നാം കണ്ണ് അവളോട് എന്തൊക്കെയോ അത്ര ഭംഗിയില്ലാത്ത കാര്യങ്ങൾ അയാൾ പുലർത്തുന്നുള്ള സൂചന കൊടുക്കുക. കുറേ കൂടി അവരെ കാതോർക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നൊരു പരിഹാരക്രിയ. രണ്ടാമതായിട്ട് ഇങ്ങനെ അവൻ്റെ യാത്രയിലേക്ക് വന്ന വെറോണിക്ക എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. വേദപുസ്തകത്തിൽ ഒരിക്കലും അവളുടെ പേര് ഇങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വേദപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളതിൻ്റെ പേര് തർക്കമൊക്കെ ഉണ്ട്. എന്തുമാവട്ടെ, ആ വിയാസാക്രയുടെയൊക്കെ ഒരു ചരിത്രം തൊട്ട് ആദ്യകാലം തൊട്ട് തന്നെ ഇങ്ങനെയൊരു സ്ത്രീ സാന്നിധ്യം അവൻ്റെ കുരിശിൻ്റെ വഴികളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വെറോണിക്ക എന്ന് പറയുന്ന ആ പേര് തന്നെ വരുന്നത്, അതിൻ്റെ എത്തിമോളജി എന്ന് പറയുന്നത് 2 പദങ്ങളിൽ നിന്നാണ്. ആദ്യത്തേത് അതിൻ്റെ പകുതി ലാറ്റിനായിട്ട് ഒരു പദം, സത്യം എന്നർത്ഥം. രണ്ടാമത്തെ ഐക്കൺ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ്. റിയൽ സെൽഫ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ട്രൂ സെൽഫ് എന്ന് പറയുന്ന ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടാണ് ആ വാക്ക് നിലനിൽക്കുന്നത് പോലും. എപ്പോഴും ഒരാൾ റിയലായിരിക്കുക, ഒരാൾ റിയലായിരിക്കുന്ന അയാളുടെ സങ്കടങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ കെട്ടുകാഴ്ചകളാണ്. അയാൾ ഉപയോഗിക്കുന്ന വാഹനം, അയാൾ വസിക്കുന്ന വലിയ വീട്, അയാൾ പൂശുന്ന ആ പരിമളം, അയാൾ ഉറക്കെ പറഞ്ഞ് ഇത്തിരി കൂടെ ഇരുന്ന് സ്വയം പൊട്ടിച്ചിരിക്കുന്ന ആ വലുതെന്ന് പറയുന്ന ഫലിതങ്ങളൊക്കെ ഇങ്ങനെ തട്ടിപ്പാണ്. ഒരാൾ റിയലായിരിക്കുന്ന അയാളുടെ സങ്കടങ്ങളിൽ മാത്രമാണ്. ഈ സങ്കടങ്ങളിലേക്ക് മാത്രമാണ് സ്ത്രീയുടെ ശ്രദ്ധ പോകുന്നത്. ഒരു പുരുഷൻ്റെയും ആ വിജയങ്ങളോട്, തേരോട്ടങ്ങളോട് യാതൊരുവിധ താല്പര്യമോ മമതയോ അവൻ്റെ സ്ത്രീ പുലർത്തുന്നില്ല. കാർമൻ എന്ന് പറയുന്നൊരു പാരമ്പര്യം, ആ പേര് എൻ എസ് മാധവൻ്റെ ഒരു കഥ കൂടിയുണ്ട്. ഇങ്ങനെ ആ പുരുഷൻ്റെ വിജയങ്ങളിൽ മാത്രം ആകൃഷ്ടയാകുന്ന സ്ത്രീയെക്കുറിച്ചുള്ള ഒരു യൂറോപ്യൻ കഥയാണ് ഈ കാർമൻ എന്ന് പറയുന്നത്. ഓപ്പറയായിട്ടും പല രീതിയിൽ നൃത്തമായിട്ടും സംഗീതമായിട്ടും കഥകളൊക്കെ ആയിട്ട് അതിന് പല വേർഷൻസ് ഉണ്ട് യൂറോപ്പിൽ. പുരുഷൻ തോറ്റ് കഴിയുമ്പോൾ കുറേ കൂടി ഭേദപ്പെട്ടൊരു പുരുഷനിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരുവള നിലയിലാണ് കാർമൻ സൃഷ്ടിക്കപ്പെടുക. കാർമൻ ഒരു കെട്ടുകഥയാണ്. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയും തൻ്റെ പുരുഷനെ അവൻ്റെ വിഷമങ്ങളിൽ വിട്ടിട്ട് പോയിട്ടുള്ളതല്ല. അവരുടെ സങ്കടങ്ങളിലേക്ക് അവളുടെ മുഴുവൻ ശ്രദ്ധ. ദൈവം ഇങ്ങനെ ഒരു സ്ത്രീയെ ഭൂമിയിലേക്ക് വിടുമ്പോൾ, ഒരു പെൺകുഞ്ഞിനെ ഭൂമിയിലേക്ക് വിടുമ്പോൾ അവൾക്ക് വെറോണിക്കാതെ കണക്കൊരു തുപാല കൊടുക്കുന്നു. പാരമ്പര്യം അങ്ങനെയാണ് പറയുന്നത്. ഈ സ്ത്രീ ആൾക്കൂട്ടത്തിലേക്ക് വന്ന് ഈ ചോരവാർന്ന് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ തുടക്കുകയും അയാളുടെ രൂപം ഈ കൈലേസിൽ പതിപ്പിച്ചു എന്നാണ് പറയാം. ഇപ്പം യേശുവിൻ്റെ ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അവൻ്റെ ഓശാനകളെക്കുറിച്ച് അവൾക്ക് താല്പര്യമില്ല. അവൻ നടത്തിയ വലിയ ഗിരിപ്രഭാഷണങ്ങൾ താല്പര്യമില്ല. അവൻ ആൾക്കൂട്ടങ്ങളെ ആകർഷിച്ചെന്നുള്ള കാര്യമോ കടലിന് മീതി നടന്നുള്ള കാര്യമൊന്നും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവൾക്ക് ആകപ്പാടെ മനസ്സിലാവുന്നൊരു കാര്യം, ഇയാൾ വ്രണതനായൊരു പുരുഷനാണ്. ഡോസ്റ്റോവസ്കിയുടെയൊക്കെ ജീവിതത്തിൽ അന്നെ തിരിച്ചറിയുന്ന കണക്കാണ്. ലോകം കൊട്ടിഘോഷിക്കുന്ന ഈ മനുഷ്യൻ എന്തുമാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ സാധുവാണെന്ന്, എന്തുമാത്രം വിങ്ങിയും ദണ്ണമായിട്ട് നടക്കുന്നതൊക്കെ ഒരു പെൺകുട്ടി തിരിച്ചറിയുന്നു. ഇതിങ്ങനെ വായിച്ചെടുക്കുന്നതല്ല, ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. അവളുടെ ഒരു സഹജഭാവത്തിൽ അത്തരമൊരു കണ്ടെത്തലുണ്ട്. എല്ലായിടത്തും ഈ ഒരു വെറോണിക്കയുടെ തൂവലുമായിട്ടാണ് മിക്കവാറും സ്ത്രീകളൊക്കെ സഞ്ചരിക്കുന്നത്. ഞാൻ ഇവ ബ്രൗണെക്കുറിച്ചുള്ളൊരു പുസ്തകം വായിക്കുക. ഹിറ്റ്ലറുടെ ജീവിതത്തിലേക്ക് വന്ന സ്ത്രീയായത്. ലോകം കീഴ്പ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യനാണ്. എത്ര പേരായിരുന്നു അയാളുടെ കൂടെ, എത്ര രാഷ്ട്രങ്ങളായിരുന്നു അയാളുടെ കൂടെ. പക്ഷേ ഈ സ്ത്രീക്കറിയാം, ഇത്രയും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ചങ്ങാതി പോലും ഇല്ല, ഒരാളും ഇല്ല ഈ മനുഷ്യന് ഈ വലിയ ഭൂമിയിൽ. ആപ്പാടുണ്ടായിരുന്ന നായയാണ്. ആ നായ അയാൾ കൊന്നു. അതോടുകൂടി ഇവ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇയാൾ തോറ്റു തുന്നമ്പാടി മടങ്ങിപ്പോകുന്ന ആ രാത്രിയിൽ അയാളുടെ മരണത്തിന് കൂട്ടുപോയി. യൂറോപ്പിലൊക്കെ ഇങ്ങനെ കൂടുള്ള മരണം എന്നൊക്കെ പറയുന്നത് വളരെ അസാധാരണം. നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെയൊക്കെ ചില കേൾവികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്തിനായിരിക്കണം ഇവ ഹിറ്റ്ലറോടൊപ്പം മടങ്ങിപ്പോവുക? അതൊക്കെ ആ ചങ്കിലെ വെറോണിക്കയുടെ തൂവാലയിൽ നിന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളാവണം. എന്തിനായിരിക്കണം ബുദ്ധ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം യശോദരയെ കാണാനായിട്ട് വരിക? ആൾക്കൂട്ടത്തിൽ വെച്ച് തനിക്ക് അയാളെ കാണേണ്ടത് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ആപ്പാട് ആവശ്യപ്പെട്ടത് വരിക, നമ്മുടെ ആ പഴയ മുറിയിലേക്ക് വരിക, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് മാത്രം. സ്വകാര്യതയിൽ എന്തായിരിക്കണം? ആ ഒരു ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ടൊക്കെയാണ് പോയത്. രാഹുൽ എന്ന് പറയുന്ന കുഞ്ഞു മകനെ ഇട്ടിട്ടൊക്കെയാണ് ബുദ്ധ ഇറങ്ങിപ്പോകുന്നത്. എന്തായിരിക്കണം ആ സ്ത്രീ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും? നമ്മുടെ ദേശത്തിൻ്റെ ഒരു ഗുരു കല്യാണ നിശ്ചയത്തിൻ്റെ തലേരാവിലെ ആണ് പുറപ്പെട്ടു പോയത്. കാളിയമ്മെന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഓരോ ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ആ സ്ത്രീ ഇദ്ദേഹത്തെ പാളി നോക്കുന്നുണ്ടാകുമോ? അപ്പം ഇങ്ങനെ വിവശനായ അഭയമറ്റ പുരുഷൻ ഒടുവിൽ എവിടേക്കാണ് മടങ്ങി വരേണ്ടത്? ഗാന്ധിയെക്കുറിച്ചൊക്കെ ആത്മകഥയിൽ നമ്മൾ പറയുന്നുണ്ട്,
അച്ഛൻ മരിച്ച പ്രഭാതത്തിൽ ഗാന്ധി ഇങ്ങനെ കസ്തൂർബായെ തേടി പോകുന്നതായിട്ട്, ഇരട്ട ലജ്ജ എന്നൊക്കെ പേരിലാണ് ഗാന്ധി അത് എഴുതി വെക്കുക. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്തരം ഒരു അനുഭവങ്ങൾ കടന്നുപോയ ഒരാളെന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നു അത് അയാളുടെ സങ്കടങ്ങളുടെ പരിഹാരമെന്ന നിലയിൽ അയാൾ തേടിപ്പോയതാവണം. മനുഷ്യന് ഈ വലിയ ഇതെന്ന് കരുതുന്ന വലിയ ചെറിയവരുമായ മനുഷ്യരുടെ ഒടുവിലത്തെ അഭയത്തിൻ്റെ പേരാ സ്ത്രീ. അങ്ങനെ ഒരു ഇതുണ്ട്, സദാ അവനിലേക്ക് തന്നെ തിരിച്ചിരിക്കുക. അതിങ്ങനെ ചെറിയ കൊച്ചു തൊട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കണം ഹീര ഗുഹയിൽ വെച്ച് ആ വലിയ വെളിപാടിൽ ഇങ്ങനെ കത്തിപ്പോയ ആ മനുഷ്യൻ പുറത്തേക്ക് വന്നിട്ട് ഖദീജ നീ എന്നെ പൊതിയുക എന്ന് പറയുന്നത്? എന്തിനായിരിക്കും പ്രവാചകൻ തൻ്റെ സ്ത്രീയോട് അങ്ങനെ പൊതിയാനായിട്ട് ആവശ്യപ്പെട്ടത്? അപ്പം അത് അവളുടെ ധർമ്മമാണ്. വെറോണിക്ക അങ്ങനെ വരുമ്പോൾ ഒരു പേരല്ല, കാലാകാലങ്ങളായിട്ട് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ലോകത്തോടും പുരുഷന്മാരോടും ഇങ്ങനെ എല്ലാത്തിനോടും പ്രപഞ്ചത്തോടുമൊക്കെ പുലർത്തുന്ന ഒരു ഭാവനയുടെ, ഒരു സമീപനത്തിൻ്റെ, ആഭിമുഖ്യത്തിൻ്റെ പേരാണ് വെറോണിക്ക. പിന്നെ ഒടുവിൽ ഈ കുരിശോളം എത്തുന്നതൊക്കെ സ്ത്രീകളാണ്. ഇടയ്ക്കൊക്കെ അവന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളാണ്. ഒരു 4 പേരുടെയെങ്കിലും പേര് വേദപുസ്തകം പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ അവസാനം വരെ പോകാനായിട്ട് ധൈര്യപ്പെടുന്ന ചില സ്ത്രീകളാണ്. അവരുടെ വിശ്വസ്തത എപ്പോഴും അവസാനത്തോളം. ഒന്നും ആരെയും പാതി വഴിയിൽ ഇട്ടിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവസാനത്തോളം പോകാനായിട്ട് ദൈവം ഒരു വല്ലാത്തൊരു ധൈര്യം കൊടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം. ഇപ്പോഴും നേരത്തെ പറഞ്ഞ കണക്ക് ഈ വിളി കേട്ട് കഴിഞ്ഞാലും പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോകുന്ന സ്ത്രീ ആയിരിക്കാം. ഇപ്പോൾ അവൾ ഒരു വശത്ത് തന്നെ പുരുഷനെ നിർത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഒക്കെ ചിത്രീകരണങ്ങൾക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ അവസാനത്തോളമുള്ള സ്ത്രീകൾ, ചുരുക്കത്തിൽ ഇങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി ഇത്തിരി മാറിയുന്നുകൊണ്ട് അവർ ആദരപൂർവ്വം കാണുന്നവർക്ക് പിടുത്തം കിട്ടുന്ന ചില കാര്യങ്ങളുടെ ഒരു സംഗ്രഹം കൂടിയായത്. എന്തൊക്കെയാണ് ആ സ്ത്രീ എന്ന നിലയിൽ നിങ്ങളുടെ വീട്ടുകാരിയും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ചെറിയ മകളും നിങ്ങളുടെ വീട് സഹായിക്കുന്ന ആ ചെറിയ പെൺകുട്ടിയും ഒക്കെ പുലർത്തുന്നത്? ഒന്ന് അവളുടെ ഇൻഡ്യൂഷനാണ്. ഇങ്ങനെ എന്തിനകത്തേക്കും അവൾക്കൊരു പ്രകാശം കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് ധാരണ കിട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് അവളുടെ കമ്പാഷനാണ്, ഒരേ ഫീലിംഗ് എന്നർത്ഥം. കുമ്മെന്ന് മാറുന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴും ഇങ്ങനെ വിത്തെന്ന ഓരോരുത്തരുടെയും ആ പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് അവൾക്കിങ്ങനെ സ്വാഭാവികമായിട്ടൊരു അനുഗ്രഹമുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുമ്പോൾ നമുക്ക് ആ കളിപ്പാട്ടങ്ങൾ അവരുടെ മുമ്പിൽ ഇടുമ്പോൾ ഈ വ്യത്യാസം കൃത്യമായിട്ട് പിടുത്തം കിട്ടും. സാധാരണ രീതിക്ക് ഒരു പെൺകുട്ടി ഒരു ടോയ് കാറോ ഒരു വിമാനമോ തോക്കോ എടുക്കാറില്ല. അവളൊരു പാവക്കുട്ടി എടുക്കുക. അതിങ്ങനെ അവളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ കൃത്യമായ ഒരു ആഭിമുഖ്യമാണ്, ആറ്റിറ്റ്യൂഡാണ്. എന്തിനേയും ഓമനിക്കാനും എന്തിനേയും താലോലിക്കാനും ഒക്കെ ആയിട്ട് അവൾക്ക് ആഗ്രഹമുണ്ട്. സാറാ ജോസഫിൻ്റെ പാവത്തറ എന്ന് പറയുന്ന ഒരു കൃതിയിൽ നമ്മൾ വായിച്ചെടുക്കുന്ന കണക്ക് ഒരു സ്ത്രീ കാണുന്ന സ്വപ്നമാണ്. അവൾ പറയുന്നത് എനിക്കെൻ്റെ ഈ പാവാട കൊണ്ട് ഈ മുഴുവൻ ഭൂമിയും പൊതിയണം. ഒരു ചെറിയ ഭൂഗോളത്തെ തൻ്റെ വസ്ത്രം കൊണ്ട് ചേല കൊണ്ട് ചുറ്റാമെന്ന് കരുതുന്ന ഒരു വളരെ വിശാലമായ വളരെ കോസ്മിക്കായ ഒരു മനോഭാവം നീതി അവൾ നിക്ഷേപിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഒരു വെറോണിക്കയുടെ തുവാലയുമായിട്ടാണ് ഓരോരുത്തരുടെയും പിറവി. പിന്നെ നമ്മൾ വിളിക്കുന്ന ഒരു തന്നെ ഫിഡലിറ്റി, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് അവസാനം വരെ ഉണ്ടാകുന്ന, പലതിനെയും പാതി വഴി വിട്ടിട്ട് പോകുന്നത് നിർഭാഗ്യവശാൽ ഞാൻ ഉൾപ്പെടുന്ന ആ പുരുഷലോകം. നമുക്ക് ചില അപമാനങ്ങളെ താങ്ങാൻ പറ്റത്തില്ല. എന്തിന് ഒരു 2-3 ദിവസം ഒരാളുടെ അടുക്കൽ ഉറക്കമിളച്ചിരിക്കാൻ പോലും പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നത്. ഒരു ദിവസമൊക്കെ നമ്മളിങ്ങനെ കൂടെ ഇരിക്കും, 2-ാം ദിവസം ഒരാൾക്ക് കൂടെ ഇരിക്കുക എന്നുള്ളത് ഒരു പുരുഷന് ഏകദേശം അസാധ്യമാണ്. ആരോ നിരീക്ഷിക്കുന്ന കണക്ക് 8-ാം ദിവസമാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്, 6-ാം ദിവസം ആണ് പുരുഷനെ സൃഷ്ടിച്ചത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ 5 ദിവസങ്ങൾ ഓരോന്ന് സൃഷ്ടിച്ച് ഒരാൾ അനുഭവിക്കുന്ന മുഴുവൻ മടുപ്പും ആ താല്പര്യക്കുറവും സ്ട്രെസ്സും ഒക്കെ ഈ പുരുഷൻ്റെ സൃഷ്ടിയിലുണ്ടെന്നാണ് പറയുക. അവിടെ തന്നെ ഒന്നിനോട് ഇങ്ങനെ കാത്തിരിക്കാനോ ക്ഷമിക്കാനോ ഒരു കാര്യം ഇങ്ങനെ സ്നേഹത്തിൽ കേട്ടിരിക്കാനോ ശ്രദ്ധിക്കാനോ ഒക്കെ പറ്റത്തില്ല. 7-ാം ദിവസം ദൈവം നന്നായിട്ട് കിടന്നുറങ്ങി, നന്നായിട്ട് വിശ്രമിച്ചു. നന്നായിട്ട് വിശ്രമിച്ചതിന് ശേഷം സൃഷ്ടിച്ച ഒരാളാണ് സ്ത്രീ എന്നുള്ളത് കൊണ്ട് എന്തൊക്കെ ഈ പുരുഷനിൽ അപാകതയുണ്ടോ അതൊക്കെ തിരുത്താനായിട്ട് ദൈവത്തിന് പറ്റി. എപ്പോഴും ആ സൃഷ്ടിക്ക് അങ്ങനെ ഒരു വിശ്രമത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് നമ്മുടെ തന്നെ ചില പാളിച്ചകളെ തിരുത്താൻ വേണ്ടിയാണ് വിശ്രമം എന്ന് പറയുന്നത്. ചിത്രകാരന്മാർ ആ പടം വരച്ചിട്ട് ദൂരത്തുനിന്ന് മാറി നിന്ന് കാണത്തില്ല. അപ്പോൾ മനസ്സിലായി ഒത്തിരി കാര്യങ്ങൾ കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയായത്. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ വളരെ ക്ഷമയില്ലാത്ത ഒരാളെ കണക്ക് പ്രവർത്തിക്കുമ്പോൾ ദൈവം അവർക്ക് ക്ഷമ കൊടുക്കണം, കാത്തിരിക്കാനുള്ള മനസ്സ് കൊടുക്കുന്നു.
ഓരോ കാര്യങ്ങൾക്കോടും വല്ലാത്ത ഒരു പുറകെ പോകാനായിട്ടുള്ളൊരു വിപതി ധൈര്യം കൊടുക്കുന്നു. ഒക്കെ ഇങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തർക്കത്തിലേർപ്പെടേണ്ട ഒരു വിഷയമല്ല പുരുഷനുമായിട്ട്, മറിച്ച് പുരുഷൻ്റെ അപൂർണതകൾക്ക് പരിഹാരം എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ട. അപ്പം അങ്ങനെ ഒരു 3ഓളം സൂചനകളായിരുന്നു ഒരുപക്ഷെ യേശുവുമായി ബന്ധപ്പെട്ട് അവൻ്റെ അവസാനത്തെ മണിക്കൂറിൽ ഇടപെട്ട് സ്ത്രീകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക. പക്ഷെ എന്നിട്ടും ഇത്രയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിലകൊണ്ടിട്ടും അവൾ വല്ലാതെ ഉപേക്ഷിക്കപ്പെടും, വല്ലാതെ തള്ളിപ്പറയപ്പെടും. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ചിത്രം എന്നെ അങ്ങനെ തൊട്ടത്. ഒരു അന്ധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുരുഷൻ്റെ പാഷൻ ചിത്രരചനയാണെന്നൊക്കെ ഓർത്തിട്ട് അയാൾക്ക് ചിത്രം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നന്നായിട്ടൊരു പണി ചെയ്ത് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തൊക്കെ കൊടുത്ത് പണം ഉണ്ടാക്കി ഏറ്റവും വില കുറഞ്ഞൊരു ഒരു പെയിൻറ്റിങ് തപ്പിയിട്ട് ഒരേ തരത്തിലുള്ള ചിത്രം ഇങ്ങനെ ഒരു പെയിൻറ്റ് വാങ്ങേണ്ടതായിട്ട് വന്നു ഇയാൾക്ക്. ഇതൊരു ചിത്ര എക്സിബിഷനിലോട്ട് എത്തൊന്നും ആ സ്ത്രീ ഓർത്തിട്ടില്ല, മറിച്ച് അയാളുടെ വരക്കാനുള്ളൊരു പാഷന് ഒരു സപ്പോർട്ടൊന്നും ഇല്ലെന്ന്. വളരെ ദാരിദ്ര്യം പിടിച്ച് ജീവിതമാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴേക്ക് ഈ മനുഷ്യൻ പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷേ ഈ ഒരേ വർണ്ണത്തിൽ ഇയാൾ സൃഷ്ടിച്ച ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് ഈ അനുവാചക ലോകത്തിൻ്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി. ഇയാളുടെ ചിത്രങ്ങളുടെ പേരിൽ വാഴ്ത്തപ്പെടുമ്പോൾ അപമാനിതയായിട്ടും നിന്ദിതയായിട്ടും കള്ളിയായിട്ടും ഒക്കെ ഈ സ്ത്രീ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുക, തിരിഞ്ഞു പോലും നോക്കാതെ. അപ്പോൾ ഇത് മിക്കവാറും സ്ത്രീകളെ കാത്തിരിക്കുന്ന ഒരു ദുര്യോഗമാണ്. ഞങ്ങൾ പുരുഷന്മാർക്ക് അരണയുടെ ഓർമ്മയാണ്. ഞങ്ങൾക്ക് ഒന്നിങ്ങനെ ഒത്തിരി ഒന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നിന്ന, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് നമുക്ക് വിളമ്പി തന്ന, നമുക്ക് വേണ്ടി വാതിൽ തുറന്ന ആ കരങ്ങളെയൊക്കെ ഞങ്ങൾ മറന്നു പോകുന്നു. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഇറങ്ങിപ്പോയി. ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ആ വൈശാലി എന്ന് പറഞ്ഞ ചിത്രമൊക്കെ പറയാൻ ശ്രമിക്കുന്ന വേറെ തലത്തിലിതാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു ഇച്ഛാശക്തിയും അവളുടെ കുറച്ച് സാഹസികമായ ഇടപെടലുമാണ് ഒരു ആളെ ഇങ്ങനെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മഴയിൽ തിമിർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഒരു ആത്മകഥ എഴുതുമ്പോൾ അജിത് കൗർ തൻ്റെ ആത്മകഥയ്ക്കിട്ട പേര് രണ്ടും വല്ലാതെ നെഗറ്റീവായിട്ടുള്ള തോന്നിക്കുന്ന വാക്കുകളാണ്. ഒന്ന് കുപ്പത്തൊട്ടി എന്നാണ് അവരുടെ ആത്മകഥയുടെ ആദ്യത്തെ ഭാഗം, രണ്ടാമത്തെ താവളമില്ലാത്തവരെന്ന്. ഇങ്ങനെ ഒടുവിൽ നമ്മളെല്ലാം മറന്നു പോകുന്നു. ഇതൊക്കെയായിരുന്നു ഗാന്ധിയോട് തെല്ല് മദ്യപിച്ചിട്ടാണെങ്കിലും മകൻ പറയാൻ ശ്രമിച്ചത്. രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മകൻ കയറി വരുന്നു, അമ്മയ്ക്ക് ഒരു ഓറഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ഒരല്ലി പോലും ഇദ്ദേഹത്തിന് കൊടുക്കരുത്. എന്നിട്ട് ഇറങ്ങിപ്പോകാൻ നേരത്ത് ഈ വലിയ മനുഷ്യനെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, അങ്ങിങ്ങനെയൊക്കെ ആയത് ഈ സ്ത്രീയുടെ ത്യാഗം കൊണ്ടാണ്, മറക്കരുത്. നമ്മൾ അതെല്ലാം മറന്നു പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച കണക്ക് ഇങ്ങനെ അപ്പൻ കടന്നുപോയി. ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്പനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പനെക്കുറിച്ച് കുറച്ച് അനുവാദമില്ലാതെ പോലും പറഞ്ഞെന്നൊക്കെ ഉള്ളൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ അമ്മയെക്കുറിച്ച് തീരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പൻ മരിച്ചു പോയി ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് വർത്തമാനം പറയുമ്പോൾ വീട്ടിലേക്ക് വന്ന അനുജത്തി പെൺകുട്ടി, അവളോട് അപ്പൻ അമ്മയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം അവൾ പറഞ്ഞു, അനിയത്തി പറഞ്ഞു, അതിങ്ങനെയാണ്, അകത്തൊരു സ്ത്രീയുണ്ട്, ഒന്നിനോടും പരിഭവിച്ചിട്ടില്ല, ഒന്നിനോടും തർക്കിച്ചിട്ടില്ല, എന്തെന്ന് ചോദിച്ചിട്ടില്ല, ഒന്നിനും ശടിച്ചിട്ടില്ല. അവരെ ഓർത്തേക്കണം. അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നലെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടികൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന്, മറിച്ച് ആ വീടിനകത്ത് ഞങ്ങൾ കാണാതെ പോയ, അല്ലെങ്കിൽ അത് വാസ്തവത്തിൽ ഞങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ചിത്രത്തിലേക്ക് അവൾ വരുന്നില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിൻ്റെ അറ്റത്തിൽ ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന പോലുമുണ്ട്. ഇതൊരു അപമാനങ്ങളിലൂടെ ആയിരുന്നു അവൻ്റെ കാലത്തേക്ക് സ്ത്രീകൾ കടന്നു പോയത്. ഒരു വിലാപയാത്രയൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിലാപയാത്രയുടെ മുമ്പിൽ സ്ത്രീകൾ പോകണം. കാരണം മരണം കൊണ്ടുവന്ന് അവരാന്ന് പറയും. പാപവും ശാപവും മരണമൊക്കെ കൊണ്ടുവന്ന് അവരാ പറയും. നോക്കണം, ആദം തൻ്റെ സ്ത്രീയെ പേരിട്ടത് എന്തായിരുന്നു? ഹവ്വ എന്നാണ് പേരിട്ട്. ഹവ്വ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ജീവനുള്ളവരുടെ അമ്മയെന്ന്. അത്തരം ചില സങ്കല്പങ്ങൾ പോലും അതേ സംസ്കാരത്തിൽ നിന്ന് പൊടിച്ച ആ മനുഷ്യർ മറന്നുപോയി. അവൾ മരണം കൊണ്ടുവന്നാണ് പറയുന്നത്. അവളില്ലെങ്കിൽ എങ്ങനെ ജീവൻ കൊണ്ടുവരിക? അവളില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ തൊഴുത്തിൽ പശുക്കൾ ഇങ്ങനെ ശാന്തരായിട്ട് നിൽക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ തുളസി കരിയാതെ നിൽക്കുന്നത്? എങ്ങനെ നിങ്ങൾ വെള്ളവസ്ത്രം എടുക്കുന്നത്? എനിക്കിത് സാമൂഹ്യ പ്രവർത്തകരെ കാണുമ്പോൾ വലിയ അത്ഭുതം വരും. ഞാനിങ്ങനെ കുറച്ചിങ്ങനെ വെള്ളവസ്ത്രമൊക്കെ ഒന്ന് ഉടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഈ വെള്ളവസ്ത്രം ഒരു 2 ദിവസത്തിനപ്പുറം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇസ്തിരി ഇട്ട്
അടുത്ത് നിൽക്കുന്നവരോട് കുറച്ച് ദൂരെ നിൽക്കുക എന്ന് പറയുന്ന മട്ടിലൊക്കെ ഇങ്ങനെ വടിവത്ത വെള്ളം ഇടുപ്പൊക്കെ ഇട്ട് മനുഷ്യർ വരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം സഹായിച്ചിട്ട് അത് അവർ ചെയ്തിട്ടാൻ വഴിയില്ലല്ലോ. ഏതോ ഒരു സ്ത്രീ ഇരുന്ന് അലക്കുന്നുണ്ട്, ഏതോ ഒരു സ്ത്രീ ഇസ്തിരി ഇടുന്നുണ്ട്, എന്നിട്ടും അതൊക്കെ അക്നോളജ് ചെയ്യുന്നതിന് പകരമായിട്ട് അവമാനിക്കപ്പെടുന്നു. നമ്മുടെ ഫലിതങ്ങൾ പോലും ഒരു വല്ലാത്ത വീണ്ടും വിചാരത്തിൽ നമ്മൾ ഇരിക്കണം. മിക്കവാറും കുട്ടികൾ കൈമാറുന്ന ഫലിതങ്ങളൊക്കെ ആ സ്ത്രീ സൗഹൃദമില്ലാത്ത ഫലിതങ്ങളാണ്. ഒരിക്കൽ ചില ഫലിതങ്ങളിലൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ചതിനെക്കുറിച്ച് നമുക്ക് വലിയ മനസ്താപമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ആ മരപ്പണിക്കാരനുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നൊരു കാര്യം, കുറച്ചുകൂടി ഇങ്ങനെ സ്ത്രീകളോട് ഒരു അനുതാപം ഉണ്ടാക്കിയാൽ നല്ലത്. റിപ്പൻറ്റൻസ്. ആ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ശ്രദ്ധയും കൂടുതലായിട്ടുള്ള കരുതലുമാണ്. ജന്മഗജ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ വായിച്ചെടുക്കുന്ന കണക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചൊരു പുരുഷനും സ്ത്രീയാണ്. ഒരു ദിവസം രാവിലെ അവളുടെ വിഴുപ്പ് വസ്ത്രങ്ങളുമായിട്ട് ഇയാൾ പുഴയിലേക്ക് പോയി അതിങ്ങനെ പാറയിൽ തല്ലി ഇങ്ങനെ അലക്കി വെളുപ്പിക്കുക. ഇത് കണ്ടിട്ട് അവളിങ്ങനെ പുറത്തേക്ക് ഓടി വന്ന് പുഴയിലേക്ക് എത്തിയിട്ട് അവളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇതെന്താ കാട്ടുന്നത്, നീ എന്തിനാ എൻ്റെ വിഴുപ്പ് അലക്കുന്നത്, ഞാൻ നിൻ്റെ വിഴുപ്പ് അലക്കേണ്ടവളല്ലേ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇതെൻ്റെയും നിൻ്റെയും പ്രശ്നമല്ല, ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് പുരുഷന്മാർ നിങ്ങളിൽ ഏൽപ്പിച്ച ശാഠ്യങ്ങൾക്കുള്ള എൻ്റേതായിട്ടുള്ള അനുതാപം മാത്രമായത്. എന്തെങ്കിലുമൊക്കെ അനുതാപങ്ങളിൽ പുരുഷന്മാരും ആൺകുട്ടികളും ഒക്കെ ഏർപ്പെടേണ്ട വൈകിയ നിമിഷമായത്. വിശേഷിച്ചും ആ മരപ്പണിക്കാരനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട്, നമസ്കരിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിലയിൽ എന്തുമാത്രം സ്വാതന്ത്ര്യമാണ് ഈ സ്ത്രീകൾക്ക് കൊടുത്തത്. ഒരു സ്ത്രീയെയും കുറ്റപ്പെടുത്താനായിട്ട് സമ്മതിച്ചിട്ടില്ല. ഒരു സ്ത്രീയെ കൊല്ലാനായിട്ട് കൊണ്ടുവരുമ്പോഴേക്കും അവൾക്ക് വേണ്ടി ഒരു വൃത്തം വരച്ചിട്ട് പറഞ്ഞു, പാവമില്ലാത്തൊരു കലങ്ങാൻ പറഞ്ഞു. ഓരോരുത്തരായിട്ടിങ്ങനെ കല്ലുകൾ ഇട്ടിട്ട് പോയി. അവളുടെ ഒരു സ്ത്രീ അവളുടെ ഭൂതകാലത്തെ ഓർത്ത് വിധിച്ചിട്ടില്ല. ഇത്രയും കുലീനമായിട്ടൊരു പക്ഷേ സ്ത്രീകൾ നമസ്കരിച്ച് കടന്നുപോയ അധികം പേർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ നഷ്ടപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ സ്ത്രീകൾക്ക് നഷ്ടമായത് വലിയൊരു അഭയം. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ഒടുവിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ കരയേണ്ടതായിട്ട് വരുന്നത്, ഞങ്ങളുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. സ്ത്രീകളുടെ കർത്താവിനെ അവർക്ക് തിരികെ കൊടുക്കുക. അവർ നമസ്കരിച്ചും അവൻ്റെ കാൽപാദങ്ങളെ പ്രണമിച്ചും അവൻ്റെ ചങ്കോട് ചേർന്നിരുന്നുമൊക്കെ തങ്ങളുടെ ജീവിതത്തെ സുഹൃത്തുക്കളാക്കട്ടെ. ആമേൻ.